നിരവധി ആളുകളാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെയാണ് പലരും ഇന്നലെ വലിയ സന്തോഷത്തിലായിരുന്നു. ഇന്നലെ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ പല ദൃശ്യങ്ങളിലും കണ്ടു. പക്ഷെ പിന്നീട് പൊടുന്നനെയാണ് അവിടെ ഈ അപകടമുണ്ടാകുന്നതും തലനാരിഴയ്ക്ക് പലർക്കും ജീവൻ തിരിച്ചു കിട്ടുന്നതുമൊക്കെ. എന്തായാലും അപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട വത്സല നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ആ വകുപ്പിലേക്ക് ഞങ്ങൾ ഒരു മെഷീനിലിടിച്ചിട്ട് ഈ മരുന്ന് കൊണ്ടുവരും. അതിന് കട്ട പൊട്ടിച്ചിട്ട് നമ്മൾ ഒരു അരിപ്പയിലിട്ടിട്ട് അരിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ആ നേരത്ത് വലിയൊരു പൊട്ട് കേട്ടു. ആ പൊട്ട് കേട്ട വഴിക്ക് ഓടും കഷ്ണമൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. ആകെ അവിടെ അങ്ങനെ പൊടിയും പുകയായിട്ട് കണ്ണൊന്നും കാണാനില്ല. അവന് വീണ്ടും പൊട്ടാൻ തുടങ്ങി. ഈ പൊട്ടിൽ കേട്ടപ്പോൾ ഞങ്ങൾ എനിക്ക് ഓടി. എന്തായാലും കൂടുതൽ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. ഒന്നിച്ച് ഞങ്ങളിരിക്കുന്ന തൊട്ട ആ പെരയിൽ മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒരു തീൻ്റെ ഒരു തുണ്ടം വന്നാൽ മതിയില്ലേ. അപ്പോൾ അങ്ങനെ എല്ലാം താവിച്ചിട്ട് കേട്ട വഴിക്ക് ഞങ്ങൾ എനിക്ക് ഓടി. പിന്നെ അവിടെയുള്ള ആൾക്കാർ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. ഒക്കെ എല്ലാവരും ഈ കിഴക്കേ ഭാഗത്ത് ഇരുന്നിട്ട് ഈ മരുന്ന് നിറച്ചിരുന്നത് അവർക്കൊക്കെയാണ് കൂടുതൽ പറ്റിയിരുന്നത്. എത്ര പേരുണ്ടായിരുന്നു ഓടി രക്ഷപ്പെടുമ്പോൾ? ആ ഭാഗത്ത് ഞാനും ഒരു ചേട്ടനും കൂടിയിട്ട് അവിടെ അടുത്തിരുന്നിരുന്നു. പിന്നെ ഇവിടെ ഇപ്പുറത്ത് എൻ്റെ ചേച്ചി, വേറൊരു ചേച്ചി, ഒരു ചേട്ടൻ, വേറെ രണ്ടാൾക്കാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വേലായുധുണ്ടായിരുന്നു അവിടെ. ഇങ്ങോരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇരുന്നിട്ടാണ് പണ്ട് തരുന്നത്. അപ്പോൾ ഈ പാടത്തേക്ക് ഓടി അതോ റോട്ടിലേക്കോ? പാടത്തേക്ക് ഓടാനും താപ്പുണ്ടായിരുന്നു. റോട്ടിലേക്ക് പോകാൻ പറ്റില്ല. റോട്ടിലേക്ക് പോകണമെങ്കിൽ ഇത് പൊട്ടിയോടത്തൂടെ പോകണേ. അങ്ങോട്ട് ഇപ്പോൾ ആരും പോകില്ല. അപ്പോൾ എങ്ങോട്ട് പാടത്തേക്ക് ഒരു വഴിയുണ്ട്. വഴിയല്ല, ആൾക്കാരെ കണ്ടങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഓടി. അപ്പോൾ ഞാൻ ഓടണ നേരത്ത് ഒരു മനുഷ്യൻ മേലാകെ പൊള്ളിയിട്ടായിട്ട് കാണാനില്ല. പക്ഷെ തോലെല്ലാം പോയിട്ട് കാലൊക്കെ ഒന്ന് ചോന്നിട്ട് ഇതൊന്നും തുണിയൊന്നും ഇല്ല. ഒരു ഷെഡിയുടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ബനിയാനൊക്കെ ഇങ്ങനെ ഉരുകിയിട്ട് ഒരു ഭാഗം ഇങ്ങനെ ഞാന്ന് കിടക്കുമായിരുന്നു. ആ മനുഷ്യൻ തെറിച്ച് വന്നതായിരിക്കണം, അല്ലാണ്ട് നടക്കാൻ അയാൾക്ക് പറ്റില്ല. തെറിച്ച് വന്നതായിരിക്കണം. കിടക്കുന്നതാണോ കണ്ടത്? അവിടെ കിടന്ന് അയ്യോ അയ്യോ ഒന്നും പറയണ്ട. അപ്പോഴും ഞങ്ങൾ ശബ്ദം കേട്ടപ്പോൾ നോക്കണത്. അപ്പോൾ എന്നെ ഒന്ന് പിടിക്കുക എന്ന് പറയണ്ട ചേട്ടാ. അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയിട്ട് പിടിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് പറ്റണില്ല. അയാൾക്ക് നടക്കാനും നിൽക്കാനും ഒന്നും പറ്റണില്ല. അപ്പോൾ പിന്നെ വേറെ റോട്ടിലൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു, ഇത് ശബ്ദം കേട്ടിട്ട് വന്ന ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. അതൊന്നും ഞാൻ പിന്നെ കണ്ടില്ല. ഞാൻ അപ്പോഴേക്ക് ഓടിയാണ്ട് റോഡിലേക്ക് എത്തി. നേരിയ വ്യത്യാസത്തിന് അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒരാളായിരുന്നു വത്സല. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് പറയുകയായിരുന്നു. ഒപ്പം തന്നെ രക്ഷപ്പെടുമ്പോൾ അവിടെ ആളുകൾ പല സ്ഥലത്തു നിന്നായി വന്ന് വീണ് കിടക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആളുകൾ എത്തിയുള്ള രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെയാണ് വത്സല സംസാരിച്ചത്.